കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. തന്നെ സ്നേഹിക്കുന്നതിൻ്റെ മക്കളെ തന്നോടുകൂടി ചേർത്തുകൊള്ളുവാൻ വേഗത്തിൽ വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെ ഓർപ്പിക്കുന്ന ഈ ഗാനങ്ങൾ ഹാർട്ട് ബീറ്റ്സ് പ്രത്യാശാഗീതങ്ങൾ എന്ന പേരിൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. രാജ്യം രാജ്യങ്ങളോട് എതിർത്തു തുടങ്ങിയല്ലോ, ഒരുങ്ങിയിടാം. രാജ്യം രാജ്യങ്ങളോട് എതിർത്തു തുടങ്ങിയല്ലോ, ഒരുങ്ങിയിടാം. കൊട്ടാരങ്ങൾ തുടങ്ങി വരെ ജനം കണ്ണൂരിൽ താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ണൂരിൽ താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിടെ, ഒരുങ്ങിയിടാം. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിടെ, ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. ആകാശത്തിൻ ശക്തി ഇളകുന്നതാൽ ഭൂവിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട്, ആകാശത്തിൻ ശക്തി ഇളകുന്നതാൽ ഭൂവിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട്, ജനം പേടിച്ചു നിർജീവരായിടുന്നേ, ഒരുങ്ങിയിടാം. ജനം പേടിച്ചു നിർജീവരായിടുന്നേ, ഒരുങ്ങിയിടാം. മേഘാരൂഢനായി വന്നിടുമേ, 10,000 പേരിലും സുന്ദരൻ താൻ. മേഘാരൂഢനായി വന്നിടുമേ, 10,000 പേരിലും സുന്ദരൻ താൻ. തന്റെ കോമള രൂപം കണ്ടാനന്ദിപ്പാൻ, ഒരുങ്ങിയിടാം. തന്റെ കോമള രൂപം കണ്ടാനന്ദിപ്പാൻ, ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. മാലിന്യപ്പെട്ടിടതോടിടുക, മണവാളൻ വരവേറ്റമടുത്തുപോയി. മാലിന്യപ്പെട്ടിടതോടിടുക, മണവാളൻ വരവേറ്റമടുത്തുപോയി. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ, ഒരുങ്ങിയിടാം. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ, ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിയിടാം. വാഴും ഞാനെൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാനെൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. പാടും ഞാനെന്നും എൻ്റെ പ്രിയനായി, പാടും ഞാനെന്നും എൻ്റെ പ്രിയനായി.
വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. എന്റെ പ്രിയൻ വാനിൽ നിന്നെഴുന്നള്ളിയിടുന്നു, മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. എന്റെ പ്രിയൻ വാനിൽ നിന്നെഴുന്നള്ളിയിടുന്ന മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. ക്ഷാമം ഭൂകമ്പം അതിന്നാരംഭം, ക്ഷാമം ഭൂകമ്പം അതിന്നാരംഭം. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ക്ഷാമത്താലി ക്ഷോണിയെങ്ങും ക്ഷീണിച്ചിടുമ്പോൾ എനിക്കെത്തിടാത്ത നിക്ഷേപമുണ്ടെന്റെ പ്രിയനിൽ. ക്ഷാമത്താലി ക്ഷോണിയെങ്ങും ക്ഷീണിച്ചിടുമ്പോൾ എനിക്കെത്തിടാത്ത നിക്ഷേപമുണ്ടെന്റെ പ്രിയനിൽ. എന്നെ പോറ്റിടും എന്റെ രക്ഷകൻ, എന്നെ പോറ്റിടും എന്റെ രക്ഷകൻ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഇന്നലെ കളിന്നു ഞാനൻ പ്രിയ നാടിനോടേറ്റം അടുത്തായതെനിക്കെത്ര ആനന്ദം. ഇന്നലെ കളിന്നു ഞാനൻ പ്രിയ നാടിനോടേറ്റം അടുത്തായതെനിക്കെത്ര ആനന്ദം. എന്റെ പ്രിയനെ നിന്നെ കാണുവാൻ, എന്റെ പ്രിയനെ നിന്നെ കാണുവാൻ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഈ വാരിധിയിൽ വൻതിരയിൽ തള്ളലേറ്റു ഞാൻ. മുങ്ങിടാതെ പ്രിയനെന്റെ ബോട്ടിലുണ്ടല്ലോ. ഈ വാരിധിയിൽ വൻതിരയിൽ തള്ളലേറ്റു ഞാൻ. മുങ്ങിടാതെ പ്രിയൻ എന്റെ ബോട്ടിലുണ്ടല്ലോ. ഗാനം പാടി ഞാൻ നാട്ടിലെത്തുമേ. ഗാനം പാടി ഞാൻ നാട്ടിലെത്തുമേ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. എൻ രക്ഷിതാവെ നിൻ വരവ് കാത്തു കാത്തു ഞാൻ. ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്ര ഏൽക്കണം. എൻ രക്ഷിതാവെ നിൻ വരവു കാത്തു കാത്തു ഞാൻ. ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്ര ഏൽക്കണം. നിന്നെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നു പോം. നിന്നെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നു പോം. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ.
കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടും നാൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തു വാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുന്നവർ. കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തൻ്റെ കാന്തയാകും വിശുദ്ധ സഭ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൾ. എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം ഉണ്ടാമവൾക്ക്. സിദ്ധന്മാരാം പൂർവപിതാക്കളെല്ലാം മധ്യാകാശത്തിൽ കല്യാണ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടു പന്തിയിരിക്കുമ്പോൾ ആമോദമായി പാടും, ആമോദമായി പാടും, ആമോദമായി പാടും ശാലേമിൻ ഗീതം. അത്യുന്നതനായവന്റെ ശുദ്ധർക്ക് രാജ്യം വിഭജിക്കുന്ന നാൾ വരുന്നു. രാജാക്കളായിട്ടവർ വാണിടുമേ. ഹായെന്തു സന്തോഷം, ഹായെന്തു സന്തോഷം, ഹായെന്തു സന്തോഷം സ്വർഗയുഗത്തിൽ. വെള്ളസിംഹാസനം താൻ സ്ഥാപിച്ചിട്ട് ദുഷ്ടന്മാരാം സർവജനങ്ങളെയും രാജൻ മുൻപിൽ ഒന്നായി ചേർത്തുകൊണ്ട് ന്യായം വിധിച്ചിടും, ന്യായം വിധിച്ചിടും, ന്യായം വിധിച്ചിടും അന്ത്യദിനത്തിൽ. ദേവാദിദേവൻ സർവത്തിനും മീതെ തൻ കൂടാരം വിശുദ്ധർ മധ്യത്തിലും എന്നേക്കുമവർ തന്നെ കണ്ടുമോദാൽ ഹല്ലേലൂയ പാടും, ഹല്ലേലൂയ പാടും, ഹല്ലേലൂയ പാടും നിത്യയുഗത്തിൽ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ
ദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടും നാൾ. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. പരനേ, നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ, നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിൻമുഖം, പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ, നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ, നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. പരനേ, നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. എന്നു വരും നീ, എപ്പോൾ വരും നീ, അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ, അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ. പരനേ, നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. ശുദ്ധർ ശുദ്ധരെല്ലാം ഗീതം പാടും തന്റെ വരവിൽ. ശുദ്ധർ ശുദ്ധരെല്ലാം ഗീതം പാടും തന്റെ വരവിൽ. ആർത്തുഘോഷിച്ചും ആർത്തുഘോഷിച്ചും ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ, ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ. പരനേ, നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. മണ്ണിൽ മൗനം ഉറങ്ങും തന്റെ വിശുദ്ധ എല്ലാം നിമിഷം. മണ്ണിൽ
മൗനം ഉറങ്ങും തൻ്റെ വിശുദ്ധർ എല്ലാം നിമിഷം കാഹളധ്വനിയിങ്കൽ ചടുചട ഉയർത്തിടും തിരുമുഖം കാൺമാൻ ചടുചട ഉയർത്തിടും തിരുമുഖം കാൺമാൻ പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുഷസയോർക്കും തോറും രമ്യം പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുഷസയോർക്കും തോറും രമ്യം ലക്ഷ്യമെങ്ങും കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ നിത്യമായ രക്ഷയെ തൻ പക്ഷമായി നൽകിയിടും ലക്ഷ്യമെങ്ങും കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ നിത്യമായ രക്ഷയെ തൻ പക്ഷമായി നൽകിയിടും ലക്ഷത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും ലക്ഷത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുഷസയോർക്കും തോറും രമ്യം രാജനീശു വന്നിടും നീ ഒരുങ്ങിയിട്ടുണ്ടോ നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ രാജനീശു വന്നിടും നീ ഒരുങ്ങിയിട്ടുണ്ടോ നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ പ്രിയ സോദര നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്ക് ഇന്ന് നീ വഹിക്കുന്നുണ്ടോ പ്രിയ സോദര നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൽ പങ്ക് ഇന്ന് നീ വഹിക്കുന്നുണ്ടോ പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുഷസയോർക്കും തോറും രമ്യം എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുഷസയോർക്കും തോറും രമ്യം ആരിലാരും പാടിടാത്ത പാട്ട് നമ്മൾ പാടും ആരിലാരും ചൂടിടാത്ത വടമുടി ചൂടും ആരിലാരും പാടിടാത്ത പാട്ട് നമ്മൾ പാടും ആരിലാരും ചൂടിടാത്ത വടമുടി ചൂടും ജീവന്റെ നാഥനായി ത്യാഗം
സഹിച്ചതായി സ്നേഹമണവാളനോട് സിയോൻ പുരേ വാഴും. ജീവന്റെ നാഥനായി ത്യാഗം സഹിച്ചതായി സ്നേഹമണവാളനോട് സിയോൻ പുരേ വാഴും. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസ്സയോർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസ്സയോർക്കും തോറും രമ്യം. ചിന്തിക്കുകിൽ പരദേശികൾ വെറുമന്യർ നാമീ ഭൂവിൽ നിലയില്ല വാസമോർക്കിൽ. ചിന്തിക്കുകിൽ പരദേശികൾ വെറുമന്യർ നാമീ ഭൂവിൽ നിലയില്ല വാസമോർക്കിൽ. പ്രതിയോഗി നമുക്കെതിർ ചെയ്തിടും, ഗതി കെട്ടവർ പോലെ നാമായിടും. പ്രതിയോഗി നമുക്കെതിർ ചെയ്തിടും, ഗതി കെട്ടവർ പോലെ നാമായിടും. ഉടൻ വന്നിങ്ങു ത്രാണനം ചെയ്തിടും, പ്രിയനാഥൻ പരലോകെ കൊണ്ടുപോകും. ചിന്തിക്കുകിൽ പരദേശികൾ വെറുമന്യർ നാമീ ഭൂവിൽ നിലയില്ല വാസമോർക്കിൽ. പല പാടുകൾ പെട്ടു നാം പോകേണം, ചില ദുർഘടമേടുകളേറേണം. പല പാടുകൾ പെട്ടു നാം പോകേണം, ചില ദുർഘടമേടുകളേറേണം. പലരാലും ഉപദ്രവമേൽക്കേണം, ഒരു നാളിൽ പ്രിയനോടു കൂടെ വാഴാം. ചിന്തിക്കുകിൽ പരദേശികൾ വെറുമന്യർ നാമീ ഭൂവിൽ നിലയില്ല വാസമോർക്കിൽ. ഇനിയൊന്നും നമുക്കില്ലല്ലോ, നമുക്കുള്ളതാം വാസമിതല്ലല്ലോ. ഇനിയൊന്നും നമുക്കില്ലല്ലോ, നമുക്കുള്ളതാം വാസമിതല്ലല്ലോ. മിന്നും പ്രശോഭിതമായൊരു ഗോപുരം വിണ്ണിൽ ദൂരത്തായി കണ്ടിടുന്നു. ചിന്തിക്കുകിൽ പരദേശികൾ വെറുമന്യർ നാമീ ഭൂവിൽ നിലയില്ല വാസമോർക്കിൽ. മായാപുരി വിട്ടു പോയിടാം, ക്ഷണം സിയോൻ പ്രയാണം തുടർന്നിടാം. ഈ മായാപുരി വിട്ടു പോയിടാം, ക്ഷണം സിയോൻ പ്രയാണം തുടർന്നിടാം. പ്രിയനോടൊരുമിച്ചു വസിച്ചിടാം ചിരകാലം, ശുഭമേറും ഭാഗ്യനാട്ടിൽ. ചിന്തിക്കുകിൽ പരദേശികൾ വെറുമന്യർ നാമീ ഭൂവിൽ
നിലയില്ല വാസമോർക്കിൽ. ആ ചിന്തിക്കുകിൽ പരദേശികൾ വെറുമന്യർ നാമീ ഭൂവിൽ, നിലയില്ല വാസമോർക്കിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് 2 ദൂതന്മാർ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ക്രിസ്തുവിൻ്റെ വരവിനെയും അതിനോട് ചേർന്നുള്ള സംഭവങ്ങളെയും സംബന്ധിച്ചുള്ള വിശദാംശങ്ങളിൽ വേദപുസ്തക വ്യാഖ്യാതാക്കൾക്ക് അല്പസ്വല്പം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് വന്നാൽ തന്നെയും പ്രവചനങ്ങളുടെയും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെയും നിവൃത്തിയായി ക്രിസ്തു വീണ്ടും വരും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. തൻ്റെ 2ാം വരവിങ്കൽ ക്രിസ്തു ലോകത്തെ വിധിപ്പാനായാണ് വരുന്നത്. തൻ്റെ ജനത്തെ അവരുടെ കണ്ണീർ തുടച്ച് അവൻ കൂട്ടിക്കൊള്ളും. ഓരോരുത്തരുടെയും പ്രവർത്തനത്തിനൊത്ത ഫലവും അവൻ നൽകും. ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞവർ ന്യായവിധി ദിവസത്തിങ്കൽ സാത്താനോടും അവൻ്റെ സൈന്യത്തോടുമൊപ്പം നിത്യനരകത്തിലേക്ക് അയക്കപ്പെടും. ഈ കാണായ പ്രപഞ്ചം മുഴുവൻ അഴിഞ്ഞുപോകും. പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടും. രോഗത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും എല്ലാ വൈഷമ്യങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ദൈവജനം ക്രിസ്തുവിനൊപ്പം നിത്യമായി വസിക്കും. തങ്ങളുടെ പ്രിയനോടൊത്തുള്ള ഈ വാസവും വാഴ്ചയും ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയും നോക്കിപ്പാർക്കുന്നു. എന്നാൽ ഇതൊക്കെയും സംഭവിക്കും വരെയും ചില കാര്യങ്ങളിൽ നാം വ്യാപൃതരാകേണ്ടതുണ്ട്. ഒന്നാമതായി നാം വിശുദ്ധിയിൽ വളരേണ്ടിയിരിക്കുന്നു. എഫെസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 27-ാം വാക്യത്തിൽ കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് അവൻ തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നാം വായിക്കുന്നു. താൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നാമും വിശുദ്ധനാകണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജഡീകനായി മാലിന്യത്തിൽ ജീവിപ്പാനല്ല ക്രിസ്തു നമ്മെ തൻ്റെ രക്തത്താൽ വീണ്ടെടുത്തത്. നേരെ മറിച്ച് വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് അനുദിനം പ്രയാണം ചെയ്യുന്നതിനാണ്. അവൻ വീണ്ടും വരും, നമ്മുടെ പ്രവൃത്തികൾക്കൊക്കെയും തക്ക പ്രതിഫലം നൽകുവാൻ. അപ്പോൾ അവൻ്റെ മുൻപിൽ ലജ്ജിക്കാതിരിപ്പാൻ തക്കവണ്ണം നാം വിശുദ്ധി ധരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. രണ്ടാമതായി, കർത്താവിൻ്റെ രക്ഷണ്യ വേലയിലുള്ള നമ്മുടെ പങ്കാളിത്തം ക്രിസ്തുവിൻ്റെ 2ാം വരവിനോടുള്ള ബന്ധത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നമ്മെ വിലയ്ക്ക് വാങ്ങി ഈ ലോകത്തിൽ നമ്മെ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുന്നത് അവൻ്റെ രക്ഷണ്യ ദൂത് മറ്റുള്ളവരുടെ മുൻപിൽ ഘോഷിക്കുവാനും കൂടെയാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ള ക്രിസ്തുവാകുന്ന വെളിച്ചം മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ നാം പ്രതിഫലിപ്പിക്കുന്നുണ്ടോ? ക്രിസ്തു മൂലം നമ്മുടെ പാപാന്ധകാരം മാറിപ്പോയി എന്ന സാക്ഷ്യം മറ്റുള്ളവരുടെ മുൻപിൽ നാം പ്രസ്താവിക്കുന്നുണ്ടോ? ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിപ്പീൻ എന്ന് പൗലോസ് വിശുദ്ധ ജനത്തെ ആഹ്വാനം ചെയ്യുന്നു. ഇത് നാം ചെവിക്കൊള്ളുന്നുണ്ടോ? അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നു: കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. അവൻ വീണ്ടും വരും. താൻ ഒരുക്കിയ വാസസ്ഥലത്തേക്ക് അവൻ നമ്മെ കൊണ്ടുപോകും. പ്രിയനോടൊത്ത് നാം വസിക്കും, വാഴും, സംശയമില്ല. ഇത്തരുണത്തിൽ 2 ചോദ്യങ്ങൾ നാം നമ്മോട് തന്നെ ചോദിക്കുമോ? 1, യഥാർത്ഥത്തിൽ ഞാൻ വിശുദ്ധിയിൽ തികഞ്ഞ് അവന്റെ വരവിനായി ഒരുങ്ങിയിരിക്കുകയാണോ? 2, ക്രിസ്തു എന്നെ ഭരമേൽപ്പിച്ച സാക്ഷീകരണം ഞാൻ തൃപ്തികരമായി ചെയ്യുന്നുണ്ടോ? അവന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് ലോകത്തെ സ്നേഹിക്കാതെ വിശുദ്ധിയിൽ വളർന്ന് അവനെ മാത്രം സേവിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. മൽപ്രിയനേ, ഇത്തരയിൽ ഇന്നു നിൻ ശുദ്ധരെ ചേർത്തിടേണേ. മൽപ്രിയനേ, ഇത്തരയിൽ
ഇന്നു നിൻ ശുദ്ധരെ ചേർത്തിടേണേ. നാളുകൾ ഏറെയായി നാഥനേ ആഗമമോർത്തു നിൻ ദാസരും. നാളുകൾ ഏറെയായി നാഥനേ ആഗമമോർത്തു നിൻ ദാസരും. പാർത്തലത്തിൽ കഷ്ടമേറ്റു ആർത്തി പൂണ്ടു നിന്നിടുന്നു പാർത്ഥിവാനി വന്നിടേണേ വേഗമായി. മൽപ്രിയനേ ഇത്തരയിൽ ഇന്നു നിൻ ശുദ്ധരെ ചേർത്തിടേണേ. വേഗം ഞാൻ വന്നിടാമെന്ന നിൻ വാർത്തയിൽ ആശ്രയം വെച്ചതാ. വേഗം ഞാൻ വന്നിടാമെന്ന നിൻ വാർത്തയിൽ ആശ്രയം വെച്ചതാ. ഭൂതലത്തിലുള്ള സ്വന്ത ഗേഹവും വെടിഞ്ഞു സ്വന്ത ജീവനും പകച്ചു എത്ര ത്യാഗികൾ. മൽപ്രിയനേ ഇത്തരയിൽ ഇന്നു നിൻ ശുദ്ധരെ ചേർത്തിടേണേ. പൊന്മുഖം കാണുവാനാശയാ കാത്തുകൊണ്ടെത്രയോ സിദ്ധരും. പൊന്മുഖം കാണുവാനാശയാ കാത്തുകൊണ്ടെത്രയോ സിദ്ധരും. സ്നേഹത്തിൽ വിശുദ്ധിയോട് സൗമ്യതയ്ക്കിരിപ്പിടമായി ശാന്തരായൊരുങ്ങി നിൽക്കുന്നേകമായി. മൽപ്രിയനേ ഇത്തരയിൽ ഇന്നു നിൻ ശുദ്ധരെ ചേർത്തിടേണേ. സർവസൃഷ്ടികളും ഏകമായി ഏങ്ങിടും രോദനം കേൾക്കണേ. സർവസൃഷ്ടികളും ഏകമായി ഏങ്ങിടും രോദനം കേൾക്കണേ. രക്ഷകാനി വന്നിടാതെ ഇക്ഷിതിയിൽ എന്തു ശാന്തി ക്ഷിപ്രമായിടുന്നലേണമേശുവേ. മൽപ്രിയനേ ഇത്തരയിൽ ഇന്നു നിൻ ശുദ്ധരെ ചേർത്തിടേണേ. മൽപ്രിയനേ ഇത്തരയിൽ ഇന്നു നിൻ ശുദ്ധരെ ചേർത്തിടേണേ. ലോകെ ഞാനെന്നോട്ടം തികച്ചു സ്വർഗഗേഹേ വിരുദിനായി. ലോകെ ഞാനെന്നോട്ടം തികച്ചു സ്വർഗഗേഹേ വിരുദിനായി. പറന്നിടും ഞാൻ മറുരൂപമായി പരമേശ്വരാജൻ സന്നിധവും. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാണാനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ. ഏറെ നാളായി കാണാനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം
തിരുമാർവോടണഞ്ഞിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാസന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നാഥൻ പേർക്കായി സേവ ചെയ്തതാൽ താതൻ എന്നെ മാനിക്കുവാനായി. നാഥൻ പേർക്കായി സേവ ചെയ്തതാൽ താതൻ എന്നെ മാനിക്കുവാനായി. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളാ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാസന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നീതിമാന്മാരായ സിദ്ധന്മാർ, ജീവനും വേറുത്ത വീരന്മാർ. നീതിമാന്മാരായ സിദ്ധന്മാർ, ജീവനും വേറുത്ത വീരന്മാർ. വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാസന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. കൈകളാൽ തീർക്കപ്പെടാത്തതാം പുതുശാലേം നഗരമതിൽ. കൈകളാൽ തീർക്കപ്പെടാത്തതാം പുതുശാലേം നഗരമതിൽ. സദാകാലം ഞാൻ മണവാട്ടിയായി പരനോടു കൂടെ വാഴുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാസന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ.